വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 6-ാം തീയതി ഫെബ്രുവരി മാസം 2025 രാവിലെ 7:45 ആയിട്ടുണ്ട്. ഇമോഷൻ്റെ കാര്യം പറഞ്ഞാണ് നമ്മളിപ്പോൾ തുടങ്ങാറ് എപ്പോഴും, നിങ്ങൾക്കറിയാം. അപ്പം ഇന്നലെ മുതൽ അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു കുഞ്ഞു കുട്ടിയുടെ ആ ഒരു തിരിച്ച് ആ ഒരു ദുഃഖം, അല്ലെങ്കിൽ അച്ഛനമ്മ ശകാരിച്ചത് മൈൻഡിൽ വരുന്നതുകൊണ്ടാണല്ലോ അതിന് ആ ദുഃഖം എന്ന് പറഞ്ഞ ഇമോഷൻ, അല്ലെങ്കിൽ കരച്ചിൽ എന്ന് പറയുന്ന ഇമോഷൻ അതിന് വരുന്നത്. ഇത് ഏത് ലെവലിൽ പോയാലും, നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ ഈ ഇമോഷൻ നമുക്ക് പല വേരിയേഷനിൽ നമുക്ക് കിട്ടും. അതിനകത്ത് ദുഃഖം, ദേഷ്യം, അങ്ങനെ കുറേ ഇമോഷൻസ് ഉണ്ട്, വൈരാഗ്യം. സോ ഈ ഇമോഷനൊക്കെ നമുക്ക് ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അതായത് മറവി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സെക്കൻഡിന് മറക്കുക എന്നുള്ള ഒരു നല്ലൊരു ഇമോഷനും കൂടെ, മറക്കുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ മറക്കുന്ന ഒരു കാര്യം കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മറക്കുക എന്ന് വെച്ചാൽ ഫോർ ദ ടൈം ബീയിങ്. ഇപ്പം നിറച്ച് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടേ പോകാം നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ഇപ്പോൾ വലിയൊരു നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും നടന്നു കാണും. അത് നമ്മൾ ഇതിനകത്ത് ആ ഇൻസിഡൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അതിനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറക്കും. ഇതാണ് നമ്മുടെ ബ്രെയിനിന്, അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നടന്നു പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത ഒരാൾ, അതായത് ഒരു അജ്ഞാതനായ ഒരാൾ നിങ്ങളുടെ ഓപ്പോസിറ്റിൽ വന്നിട്ട് നിങ്ങളെ കണ്ട് ചിരിക്കുന്നു. വീണ്ടും നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ വീണ്ടും ഒരു അജ്ഞാതനായ ഒരാൾ വരുന്നു, നിങ്ങളെ കണ്ട് ഒരു എന്തെങ്കിലുമൊക്കെ ശകാരിക്കുകയാണ്, അല്ലെങ്കിൽ തെറി വിളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ആരോ വിളിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് കടന്നു പോകും. പക്ഷേ ആ ഒരു രണ്ട് ഇൻസിഡൻറ്റ്, ഒന്ന് സന്തോഷമായ ഒരാൾ ചിരിച്ചുകൊണ്ട് പോയി, ഒരാൾ തെറി വിളിച്ചു, അതിനുശേഷം നിങ്ങൾ എപ്പോഴും ഓർക്കുന്നത് ഏതായിരിക്കും എന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക. അത് നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം, അന്നത്തെ ദിവസം ഫുള്ളായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന കാര്യം ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. ഓക്കെ, പെട്ടെന്ന് കാര്യത്തിലൂടെ എടുക്കാം. ഇത് നിഫ്റ്റി 50യുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. സോ ഇതാണ് ഇന്നത്തെ ലെവൽസ്. നമുക്ക് ഇന്നലെ പറഞ്ഞ അതേ 23,875 ഇപ്പോഴും നമുക്ക് അതിനകത്ത് ഒരു റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു സപ്ലൈ എന്ത് വേണം പറയാം, അവിടെ ഒരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതകളോ ആയിട്ടാണ് ആ ലെവല് നിൽക്കുന്നത്. നമുക്ക് മുകളിലോട്ട് പോകണം. ഇതിൻ്റെ മുകളിൽ നിന്നാൽ 24,000 ആണ്. ഇത് നമുക്ക് മുകളിലോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 23,700ൻ്റെ CE 103 രൂപയിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ, സസ്റ്റെയിൻ ആയാൽ, 23,700ൻ്റെ CE 103ൽ കൂടുതൽ സസ്റ്റെയിൻ ആയാൽ, ഇന്ന് എക്സ്പയറിയും കൂടിയാണ്, വീക്ക്ലി എക്സ്പയറിയാണ്, വ്യാഴാഴ്ചയാണ്. സോ അതും കൂടെ ശ്രദ്ധയിൽ വയ്ക്കുക. 103ൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 24,000 ടാർഗറ്റ് വെച്ചുകൊണ്ട് ഇന്ന് മുകളിലോട്ട് തന്നെ നോക്കാം. താഴോട്ടാണെങ്കിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. വോളറ്റാലിറ്റി കാണാനുള്ള ചാൻസസ് ഉണ്ട്. താഴെയും മുകളിലോട്ടൊക്കെ ആയിട്ട് വോളറ്റാലിറ്റി കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ നമുക്ക് ഇത് നോക്കുന്നത്, ഞാൻ ഈ ലെവൽ വെച്ചിട്ടും പ്രീമിയം ബേസ് ചെയ്തിട്ടും മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു ചില ന്യൂവാൻസസ് ബേസ് ചെയ്തിട്ടുമാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഇന്നലെ ഒരു ലൈവ് റെക്കോർഡിങ്ങും ഇട്ടിരുന്നു ട്രേഡ് എടുത്തതിൻ്റെ. അപ്പം ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.